രാജഭരണമുണ്ടായിരുന്ന കാലം. കൊട്ടാരത്തിൽ വലിയ ആഘോഷം നടക്കുകയാണ്. രാജാപ്രതാപൻ വിവാഹിതനാകുന്നു. രണ്ടാം വിവാഹം സുമംഗല എന്ന അതിസുന്ദരിയായ പെൺകുട്ടിയുമായി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മഹാരാജാവും മഹാറാണിയും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു ഈ രണ്ടാം വിവാഹം. മഹാരാജാവ് രാജ്യം വിട്ട് പലപ്പോഴും മറ്റു രാജ്യങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പതിവായിരുന്നു. അങ്ങനെയൊരു സന്ദർശനത്തിനിടെ സുമംഗലയെ കാണുകയും ഇഷ്ടപ്പെടുകയും തൻ്റെ മകനു വേണ്ടി ആലോചിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. അന്വേഷിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. അവൾ ആയോധന കലയിൽ മുൻപിലാണ്. അവന്തിക രാജ്യത്തിൻ്റെ രാജപരമ്പരയിൽപ്പെട്ടവളാണ്. അനവധി രാജ്യങ്ങൾക്കും തലസ്ഥാനമായ അവന്തികയുമായി ഒരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു. ആഘോഷങ്ങൾക്കും ഘോഷയാത്രയ്ക്കും നടുവിലൂടെ ഒരു ദേവതയെപ്പോലെ കടന്നുവരുന്ന സുമംഗലയെ നോക്കി പലരും പറഞ്ഞു, രാജാ പ്രതാപൻ എത്ര ഭാഗ്യവാനാണ്. അത്രയ്ക്കും വശ്യമായ സൗന്ദര്യത്തിന് ഉടമയായിരുന്നു സുമംഗല. കൂട്ടത്തിൽ വളരെ ദുഃഖമുള്ള ഒരു മുഖം മാത്രം ദർശിക്കാനാകുമായിരുന്നു. പ്രതാപൻ്റെ ആദ്യ ഭാര്യ സിന്ദൂര. വിവാഹാഘോഷങ്ങൾ കൊട്ടാരത്തിൽ തകൃതിയായി നടന്നു. രാത്രിയായപ്പോഴേക്കും ആഘോഷങ്ങളെല്ലാം ഒതുങ്ങി രാജാവിന് മണിയറയൊരുക്കേണ്ട സമയമായി. സുമംഗലയോടൊപ്പം അവളുടെ രാജ്യത്തു നിന്നും അവളുടെ 2 തോഴിമാർ കൂടെ ഉണ്ടായിരുന്നു, രേണുകയും സിദ്ധിയും. സുമംഗല വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് അവർക്കും പ്രത്യേകം അറ കൽപ്പിച്ചു കൊടുത്തിരുന്നു. സിന്ദൂര നേരത്തെ തന്നെ സുഖമില്ലെന്ന് പറഞ്ഞ് സ്വന്തം അറയിലേക്ക് പോയി. അവളുടെ ദുഃഖം കണ്ട അമ്മ മഹാറാണി അവളെ കാണാൻ അവളുടെ അറയിലേക്ക് ചെന്നു. സിന്ദൂരെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷേ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള ചില കീഴ്വഴക്കങ്ങൾ നമ്മൾ അനുസരിച്ചേ മതിയാകും. അതെല്ലാം ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. എന്നും പ്രഥമമായ സ്ഥാനം നിനക്ക് മാത്രമായിരിക്കും. അവന്തിക മഹാരാജ്യം പല രാജ്യങ്ങളുടെയും തലസ്ഥാനമാണ്. അവരുമായി ഒരു യുദ്ധം വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകില്ല. അത് നേരത്തെ തടയുകയെന്നത് ആവശ്യമായിരുന്നു. രാജപരമ്പരയിലേതെന്ന് സുമംഗലയെ വിശേഷിപ്പിക്കാമെങ്കിലും അവൾ മഹാരാജാവിൻ്റെ മകളല്ല. അവന്തികയിലെ മഹാരാജാവിന് പെൺമക്കളില്ല. എന്നാൽ നീ അങ്ങനെയല്ല, നീ റാണിയാണ്. അതിൻ്റെ എല്ലാ അധികാരവും നിനക്ക് മാത്രമാണ്. സിന്ദൂരയുടെ ദുഃഖം തീർക്കാൻ ഈ വാക്കുകൾക്കാകുമായിരുന്നില്ല. അമ്മ മഹാറാണി പോയ ശേഷവും അവൾ അതീവ ദുഃഖിതയായി തന്നെയിരുന്നു. അവൾ ചിന്തകളിലാണ്ടു. എങ്ങനെയാണ് പ്രതാപൻ എന്നെ മറക്കുവാൻ സാധിച്ചത്? നീയാണെൻ്റെ ലോകമെന്ന് ഒരു 100 വട്ടം പറയുമായിരുന്നല്ലോ. ഈ ആലോചന വന്ന ശേഷം എന്തുകൊണ്ട് എനിക്കൊന്ന് മുഖം തരാതെ നടന്നു? പ്രതാപൻ എന്നെ മതിയായി കാണും. അല്ലെങ്കിൽ മഹാരാജാവ് പറഞ്ഞപ്പോൾ തന്നെ എതിർക്കുമായിരുന്നില്ലേ? അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് അവളുടെ നിറഞ്ഞ മിഴികൾ അവൾ തുടച്ചു മാറ്റി. റാണി സിന്ദൂരെ, റാണി! കതകിൽ മുട്ടിയുള്ള ആ വിളി കേട്ട് അവൾ പെട്ടെന്ന് മുഖം തുടച്ചു വൃത്തിയായി. അകത്തേക്ക് വരൂ, ശബ്ദം ഇടറാതെ അവൾ വിളിച്ചു. ഓടിക്കിതച്ചെത്തിയ മാധുരിയായിരുന്നു അത്. മാധുരി സിന്ദൂരയുടെ ഉറ്റ തോഴിയാണ്. എന്താ മാധു? സിന്ദൂര നിർവികാര ഭാവത്തിൽ ചോദിച്ചു. രാജാപ്രതാപൻ ദർശിക്കണമെന്നാവശ്യപ്പെടുന്നു. എന്നെയോ? സിന്ദൂരയുടെ ശബ്ദത്തിൽ അല്പം അതിശയം കലർന്നു. അതെ റാണി. ശരി, ഞാൻ വരാം. മാധുരി സിന്ദൂരയെ അടിമുടി നോക്കി. ഈ വേഷത്തിലാണോ റാണി? എൻ്റെ വേഷത്തിൽ എന്ത് കാര്യം മാധു? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഒരുക്കി തരാം. അതിസുന്ദരിയായി വേണം എൻ്റെ റാണി പോകാൻ. അവൾ നടന്ന് പ്രതാപൻ്റെ അറയുടെ വെളിയിലെത്തി. കാവൽക്കാർ അവളെ കണ്ടതും താണു വണങ്ങിക്കൊണ്ട് കതകു തുറന്നു കൊടുത്തു.